അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് നമ്മുടെ ന്യൂ സുസുക്കി ആക്സസ് ബ്ലൂടൂത്ത് എഡിഷനിലൊക്കെ വരുന്ന ഒരു ഹാൻഡിൽ ഗ്രിപ്പിൻ്റെ എൻ്റെ വശത്തായിട്ട് ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ക്യാപ്പ് കാണാനുണ്ട്. അത് മെയിനായിട്ട് ഒരു ലുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതൊക്കെ വീണ് കഴിഞ്ഞാൽ സ്ക്രാച്ചൊക്കെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ നമുക്ക് ഈ ക്യാപ്പ് നമുക്ക് 15 രൂപയുടെ ഉള്ളിൽ നമുക്ക് ഷോറൂമിൽ നിന്നും വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ പെർമനൻ്റായിട്ട് ഫിക്സ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ 2 സൈഡിൽ വരുന്ന മിറേഴ്സ് നമ്മൾ റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ ഡാഷ്ബോർഡിൽ വരുന്ന ഏകദേശം ഒരു 5 സ്ക്രൂസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതൊക്കെ സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ വെച്ച ശേഷം നമ്മൾ റിമൂവ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ മുൻവശത്തും ഇവിടെ സ്ക്രൂസ് വരുന്നുണ്ട്, അത് നമ്മൾ റിമൂവ് ചെയ്യുക. ഇത് 2 രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് ഹാൻഡിൽ ബാർ പൂർണ്ണമായിട്ടും മാറാം. അതുപോലെ തന്നെ നിങ്ങളെ ഒരു ഹാൻഡിൽ ബാറിൻ്റെ എൻ്റെ വശത്ത് 2 സ്ക്രൂസ് വെൽഡ് ചെയ്ത് വെച്ച ശേഷം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇത് നമുക്ക് അധികം എക്സ്പെൻസ് ഒന്നും ഇല്ലാത്ത ഒരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ആ സ്ക്രൂസൊക്കെ ഊരി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ലൈറ്റിൻ്റെ ഒരു വയർ വരുന്നുണ്ട്, ഒരു ക്ലിപ്പ് വരുന്നുണ്ട്, അത് റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ ആക്സിലേറ്റർ കേബിൾ, റൈറ്റ് സൈഡിൽ വരുന്ന ആക്സിലേറ്റർ കേബിൾ നമ്മൾ ഇത് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും ഊരിയെടുക്കണം. അതിൻ്റെ ഹാൻഡിൽ ഗ്രിപ്പിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ പൈപ്പുമായിട്ട് യാതൊരു ബന്ധമില്ല, ഡാമേജും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ മുകളിലും താഴിലും വരുന്ന 2 സ്ക്രൂസ് നമ്മൾ റിമൂവ് ചെയ്യുക. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇതിൽ നിന്നും നമ്മുടെ ആക്സിലേറ്റർ കേബിളിൻ്റെ ആ ഒരു പോർഷൻ ക്ലിപ്പ് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത വശത്ത് വരുന്ന ആ ഒരു ഹാൻഡിൽ ഗ്രിപ്പ് ചിലപ്പോൾ ടൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഓയിലൊക്കെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഫോഴ്സ് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതും ഊരിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് സ്ക്രൂസ് ഉണ്ടെങ്കിൽ അലൻകിയോ അല്ലെങ്കിൽ നോർമലായിട്ടുള്ള സ്ക്രൂസോ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ഫിക്സ് ചെയ്യാം. അപ്പോൾ 2 ഹാൻഡിൽ ബാറിൻ്റെയും എൻ്റെ വശത്തായിട്ട് നമ്മൾ ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ഷാർപ്പുള്ള വല്ലതും വെച്ചിട്ട് ഹോൾ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു വാഷർ നമ്മൾ ആദ്യം ഇടുക. അതുപോലെ തന്നെ സ്ക്രൂ ഇതിൻ്റെ അകത്തോടു കൂടി കയറ്റി വെക്കുക. ബ്ലാക്ക് കളറാണെങ്കിൽ കുറച്ചും കൂടി ബെസ്റ്റാണ്, അല്ലാണ്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ കാണുന്ന ഹോളിൻ്റെ അകത്തോട് കയറ്റി വെച്ച ശേഷം ഇതുപോലെ നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഉൾവശത്ത് നമ്മൾ ഇതുപോലെ ഒരു വാഷറും കുറച്ച് സൈസിലുള്ള ഒരു വാഷറും ഈ ഒരു പോർഷനിൽ ഒരു വാഷറും നെട്ടും നമ്മൾ ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഉള്ളിലോട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ടീ സ്പാനേഴ്സ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബോക്സ് സ്പാനേഴ്സ് ഏത് നമ്പറാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് അവിടെ വെക്കുക, അങ്ങനെ ടൈറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് അലങ്കിയാണ് ഞാൻ ഒരു സൈഡിൽ യൂസ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്, എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ വാഷർ ഒന്നുകൂടി ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് റബ്ബർ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോർഷനിൽ ഒരു വാഷറും കൂടി ഫിക്സ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഈ കാണുന്ന രീതിയിലുള്ള ടീ സ്പാനേഴ്സ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്. അതല്ല ബോക്സ് സ്പാനേഴ്സ് വലിയ ടൈപ്പൊക്കെ ആണെങ്കിൽ ചിലപ്പം അതിൻ്റെ അകത്തോട്ട് കയറണമെന്നില്ല. അപ്പോൾ അതിൻ്റെ സൈസിന് കണക്കായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കുന്നുണ്ട് വാങ്ങിക്കാം, അതല്ലാണ്ട് വേറെ മെത്തേഡ്സൊക്കെ യൂസ് ചെയ്യാം. അപ്പം നമ്മൾ 2 ഹാൻഡിൽ ബാർ ഗ്രിപ്പിൻ്റെ എൻ്റെ വശത്തായിട്ട് ക്യാപ്പ് അടിപൊളിയായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് നമുക്ക് ഗമ്മോ ഇട്ടിട്ട് ഞാൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, അത് അപ്പോൾ നന്നായിട്ട് നിന്നില്ല, ഇളകിപ്പോയിരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പെർമനൻ്റായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഒരു പോർഷൻ്റെ പൈപ്പിൻ്റെ എൻ്റെ വശത്തായിട്ട് നമ്മൾ വെൽഡ് ചെയ്തിട്ട് നമ്മുടെ നെട്ട് ബോൾട്ട് സിസ്റ്റം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സിസ്റ്റം നമ്മൾ ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ലോ കോസ്റ്റായിട്ട് ചിന്തിക്കുന്ന നമുക്ക് മെയിനായിട്ട് ആ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആക്സിലേറ്റർ കേബിൾ റീഫിക്സ് ചെയ്യുക. ഇവിടെ കാണുന്ന ഒരു ഹോളിൽ സ്ക്രൂസ്, മുകളിലുള്ള സ്ക്രൂ അതിലോട്ട് കയറ്റി കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ അടിവശത്തെ ക്യാപ്പും വിട്ടതിന് ശേഷം നമ്മൾ അടിവശത്തെ സ്ക്രൂസും ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഹാൻഡിൽ ബാർ പൂർണ്ണമായിട്ട് മാറുമ്പോൾ നമുക്ക് നല്ല കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് അധികം കോസ്റ്റൊന്നും ഇല്ലാതെ ഈ ഒരു രീതിയിൽ മെയിൻലി ലുക്ക് നോക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മളിവിടെ നമ്മുടെ ലൈറ്റ് ഫിക്സ് ചെയ്തു, അതുപോലെ തന്നെ ക്യാപ്പ് ഇട്ടു, അതുപോലെ തന്നെ സ്ക്രൂസ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്, എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള കമൻറ്റ്സ്, സജഷൻസ്, ക്വസ്റ്റ്യൻസ് എല്ലാ കാര്യങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.
താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.